നമുക്കൊരു ഇലയട ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റി ആയിട്ടൊരു ഇലയട ഉണ്ടാക്കാം. അതിൻ്റെ ഫില്ലിംഗ് ആണ് അതിന് ഇത്രയും ടേസ്റ്റ് കൊടുക്കുന്നത്. ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ. 20 ml കപ്പിൽ 1.25 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരിക്ക് കുഴയ്ക്കുന്ന പാകത്തിൽ നമുക്ക് നല്ല ഉപ്പിട്ട തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. സാധാരണ അരി എടുക്കുന്നതിൻ്റെ ഇരട്ടിയാണ് വെള്ളം എടുക്കാറുള്ളത്. ചെറിയ ചേഞ്ചസ് വരാം. അപ്പോൾ ഒരു പഴം ഞാൻ എടുക്കുന്നുണ്ട്. 3/4 കഷ്ണം ആണ് കേട്ടോ ഞാനിവിടെ പഴം എടുത്തത്. ഈ ഒരു ഫുൾ പഴം ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ അടയ്ക്ക് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഈ ഒരു ക്വാണ്ടിറ്റി കൊണ്ട് 5 അടയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത്രയും തേങ്ങ എടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ശർക്കര നമ്മൾ ഓരോരുത്തരെയും മധുരത്തിനനുസരിച്ച് ഇഷ്ടമുള്ള അത്ര എടുക്കാം. പിന്നെ ഒരു 5 ഏലക്ക എടുക്കുന്നുണ്ട്. ഏലക്ക ഞാൻ ശർക്കരയുടെ കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഏലക്ക പൊടിക്കാൻ ആവശ്യമായിട്ടുള്ള ശർക്കര മാത്രമേ മിക്സിയിലെടുത്തിട്ടുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലിനി നമ്മളെ പഴം ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നെയ്യ് ഒഴിച്ചത് കുറച്ച് കൂടിയത് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. കരിഞ്ഞു പോവാതെ നന്നായിട്ട് വഴണ്ട് നല്ല ഉടഞ്ഞു വരുന്ന പാകമായി കിട്ടണം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് പഴവും തേങ്ങയും കട്ട പിടിക്കാതെ നല്ല രീതിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് മിക്സ് ചെയ്താൽ മതി. ഇത് നന്നായിട്ട് മിക്സായി കിട്ടിയാൽ നമുക്കതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. കുഴപ്പമില്ലാത്ത രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ മിക്സ് റെഡിയാകുമ്പോൾ തന്നെ ഈ ഒരു നെയ്യിൻ്റെയും ശർക്കരയുടെയും ഏലക്കായയുടെയും ഒക്കെ സ്മെല്ല് വന്നിട്ട് നമുക്ക് കഴിക്കാൻ കൊതിയാവും. ഈ ഒരു ഫില്ലിങ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അട ഉണ്ടാക്കാനുള്ള ഇല ഞാനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇലയിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഇനി മാവ് നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കാം. ഇനി നമുക്ക് കൈവച്ച് മെല്ലെ മെല്ലെ പരത്തിയെടുക്കാം. ഇനി എന്തെങ്കിലും ഡാമേജ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടിട്ട് അത് കവർ ചെയ്ത് കൊടുത്താൽ മതി. അധികം കട്ടിയില്ലാതെ വളരെ നേർമ അയച്ചുള്ള വട്ടത്തിൽ പരത്തിയാലായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ നിറയെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് മാറ്റാം. മാവ് അത്രയും വരുന്നതുകൊണ്ട് ഫുൾ കവറായിട്ട് വരുന്നതുകൊണ്ട് അത്രയും ഫില്ലിങ് വെച്ചാലേ നമുക്ക് ആ ഒരു കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇല മടക്കി അതിൻ്റെ വക്ക് നമുക്കൊന്ന് പറ്റിച്ചു കൊടുക്കാം, ക്ലോസ് ആയി നിൽക്കുന്ന പോലെ. അപ്പം ഞാൻ ബാക്കിയുള്ള അടയും ഇങ്ങനെ പരത്തി ഫില്ലിങ്ങൊക്കെ വെച്ച് ഇലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആവി കയറ്റിയെടുക്കാം. അപ്പം നമ്മൾ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയാൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല.